നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് KV തോമസ് CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കും. ദിവസങ്ങളോളം നീണ്ട സസ്പെൻസിനൊടുവിലാണ് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് KV തോമസ് തീരുമാനം പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് വിട്ട് താൻ മറ്റൊരു പാർട്ടിയിലേക്കുമില്ലെന്നും KV തോമസ് വ്യക്തമാക്കി. കണ്ണൂരിൽ നടക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ദേശീയ സമ്മേളനമാണ്. ഞാൻ സമ്മേളനത്തിലേക്കല്ല പോകുന്നത്, ഞാൻ സെമിനാറിലേക്കാണ് പോകുന്നത്. അവിടെ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോകും. കോൺഗ്രസ്സാണ് തെറ്റുതിരുത്തുന്നത്. ദേശീയ താല്പര്യമുണ്ടെങ്കിൽ ഞാനിന്നും കോൺഗ്രസ് വിട്ടു പോകുന്നുമില്ല, ഞാൻ വേറെ പാർട്ടിയിലേക്കുമില്ല. എൻ്റെ അന്ത്യം ഈ പാർട്ടിയോടുകൂടി തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ചോദിക്കാത്ത എന്നെ അപമാനിക്കാവുന്ന മാക്സിമം അപമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിലേക്ക് നൂല് കെട്ടിയിറക്കിയ ആളല്ല താനെന്ന് KV തോമസ്. തോക്കിൻ മുനയിൽ നിർത്തിയുള്ള ഭീഷണി പോലെയല്ല തന്നെ പോലൊരു നേതാവിനോട് സംസാരിക്കേണ്ടത്. തന്നെ പുറത്താക്കാനുള്ള അധികാരം AICCക്കാണെന്നും K സുധാകരന് KV തോമസിന്റെ മറുപടി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായും പാർലമെന്ററി ജീവിതത്തിലേക്ക് ഇനിയില്ല എന്ന് KV തോമസ് ന്യൂസ് 18നോട്. കരുണാകരന് ശേഷം കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കാര്യങ്ങൾ നടപ്പാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും KV തോമസ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് ഞാൻ പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മറവ് തിരുത്തിയ ഞാൻ ഒരു മാസം മുമ്പ് എൻ്റെ ബുക്ക് റിലീസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാനിനി പാർലമെൻ്ററി ലൈഫിലേക്കില്ല, ഒരു തിരഞ്ഞെടുപ്പിനുമില്ല എന്ന് വളരെ വ്യക്തമായെന്ന് പറഞ്ഞത്. പിന്നെയും നമ്മുടെ പത്രത്തോട്ട് ഇതേ ചോദ്യം ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറവിയുണ്ട്, നിങ്ങൾ കുറച്ച് മറവി തിരുത്തണം. ഇനി ഒരു കാരണവശാലും അത് LDFിനാണെങ്കിലും UDFിനാണെങ്കിലും ഇല്ല. പാർലമെൻ്ററി ലൈഫ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും ബാധകമാണ്. ഇനി പാർലമെന്റ് ലൈഫിലേക്കില്ല. പക്ഷേ CPM നേതൃത്വം വളരെ കരുതലോടുകൂടിയാണ് മാഷിൻ്റെ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്. മാഷിനെ ഒരിക്കലും വഴിയാധാരമാവേണ്ടി വരില്ല എന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വഴിയാധാരമല്ലല്ലോ, എപ്പോഴും വഴിയാധാരമായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ സമ്പുഷ്ടമായ ജീവിതം എനിക്കുള്ളത്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ KV തോമസ് തീരുമാനിച്ചാൽ സ്വീകരിക്കാൻ തടസ്സമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹം വഴിയാധാരമാകില്ല. CPM വിരുദ്ധ നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. അദ്ദേഹം നേരത്തെ വരാൻ അറിയിച്ചതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരാൻ സന്നദ്ധമാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിലപാട് പോലെ ഇരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലോ സ്വാഗതം ചെയ്യുന്നതിലോ പ്രയാസമുണ്ടാവില്ല. CPM സെമിനാറിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച KV തോമസിനെതിരെ നടപടി 2 ദിവസത്തിന് ശേഷം മാത്രം. സെമിനാറിൽ പങ്കെടുത്ത ശേഷമായിരിക്കും നടപടി വേണമെന്ന് AICCയോട് ആവശ്യപ്പെടുന്നത്. KV തോമസിനെ അനുനയിപ്പിക്കാൻ ഇനി ആശയവിനിമയം നടത്തണ്ട എന്നും തീരുമാനമായി. ധാരണ K സുധാകരനും VD സതീശനും താരിഖ് അൻവറും തമ്മിലുള്ള കൂടിയാലോചന. KV തോമസിനെതിരെ നടപടി വേണമെന്ന് AICCയോട് ആവശ്യപ്പെടുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നടപടി സ്വീകരിക്കും. താൻ KV തോമസിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഭീഷണിയെന്ന് KV തോമസിനോട് തന്നെ ചോദിക്കണമെന്നും K സുധാകരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴും അദ്ദേഹം പോകുമെന്ന് പത്രസമ്മേളനം നടത്തിയതല്ലാതെ പോയി എന്ന് ഉത്തമ ബോധ്യം വന്നാൽ മാത്രമേ അതിന്റെ പുറത്തുള്ള അനന്തര നടപടികൾ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അഖിലേന്ത്യാ ലീഡർഷിപ്പുമായി ചർച്ച നടത്തി. താരിഖ് അൻവർജി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിശ്വനാഥ പെരുമാൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരോടും കൂടി അഭിപ്രായം അറിഞ്ഞു. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കട്ടെ. പങ്കെടുത്തതിന് ശേഷം KPCC തീരുമാനമെടുക്കും. ആ തീരുമാനം AICCയെ അറിയിക്കും. AICCയുടെ അംഗീകാരം വാങ്ങി സത്വരമായ നടപടികളിലേക്ക് കോൺഗ്രസ് പോകും. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തിയതും പങ്കെടുക്കുമെന്ന് പറഞ്ഞതും KPCCക്കെതിരെ പറഞ്ഞതും തികഞ്ഞ അച്ചടക്ക ലംഘനമായി തന്നെ KPCC കാണുന്നു. ഇനി ഒരു ഇടപെടലില്ല. അതിനുവേണ്ടിയുള്ള ആശയവിനിമയം നടത്താനും കോൺഗ്രസ് തയ്യാറാണ്. സെമിനാറിൽ പങ്കെടുക്കാനുള്ള KV തോമസിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് പാർട്ടി കോൺഗ്രസ് സംഘാടകർ. BJP സർക്കാരിനെ തുറന്നു കാട്ടാനുള്ള KV തോമസിന്റെ തീരുമാനമാണ് ശരിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. KV തോമസ് വഴിയാധാരമാകില്ലെന്നും ജയരാജൻ ആവർത്തിച്ചു. KV തോമസ് പങ്കെടുക്കുക സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും KV തോമസും വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. തോമസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ പോസ്റ്റർ പാർട്ടി കോൺഗ്രസ് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു.
കെ.വി. തോമസ് ഹൈക്കമാൻഡ് കൈക്കൊണ്ട തീരുമാനം പാലിക്കാൻ ബാധ്യസ്ഥനാണെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്. തീരുമാനം എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥൻ. സെമിനാറിന് ആളെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിയെ CPM സമീപിക്കണമായിരുന്നുവെന്നും കൊടിക്കുന്നിൽ. കെ.വി. തോമസ് കാണിച്ചത് നന്ദികേടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സിൽ കെ.വി. തോമസിന് സ്ഥാനമുണ്ടാകില്ല എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കെ.വി. തോമസ് സെമിനാറിൽ എത്തുമോ എന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്ന് CPM PB അംഗം S. രാമചന്ദ്രൻപിള്ള. കോൺഗ്രസ് വിട്ടുവന്നാൽ CPM സ്വീകരിക്കുമോ എന്ന് ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നും SRP പറഞ്ഞു. കെ.വി. തോമസ് ധീരമായി മതേതരത്വം മുറുകെ പിടിച്ചാൽ CPM അതിനെ സ്വാഗതം ചെയ്യുമെന്ന് MA ബേബി. നെഹ്റുവിയൻ പാരമ്പര്യമുള്ള നേതാവാണ് കെ.വി. തോമസ്. ഇത്രയും ഇടതുപക്ഷ വിരുദ്ധമായ സമീപനം എങ്ങനെ KPCC പ്രസിഡന്റിനെ സ്വീകരിക്കാൻ കഴിയുന്നുവെന്നും MA ബേബി ചോദിച്ചു. CPMന്റെ സെമിനാറിൽ പങ്കെടുക്കാൻ പോലും കോൺഗ്രസിന് അർഹതയില്ല എന്നാണ് പറയുന്നതെന്ന് AK ബാലൻ. കെ.വി. തോമസിനെ പുറത്താക്കിയാൽ അപ്പോൾ മറ്റ് കാര്യങ്ങൾ ആലോചിക്കാമെന്നും AK ബാലൻ പറഞ്ഞു. മതേതര പ്രസ്ഥാനങ്ങൾ ഒന്നിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് വ്യത്യസ്ത പാർട്ടി നേതാക്കളെ പാർട്ടി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ. സെമിനാറിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. കെ.വി. തോമസിന് CPMലേക്ക് വരാൻ തടസ്സമില്ല എന്നും K. രാധാകൃഷ്ണൻ. CPM സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള കെ.വി. തോമസിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ. കോൺഗ്രസ് ഇതിനെ വിശാല അർത്ഥത്തിൽ കാണണം. കോൺഗ്രസിനെ സംബന്ധിച്ച് കെ.വി. തോമസ് വിശദീകരിച്ചത് 100% ശരിയാണെന്നും PC ചാക്കോ. നേതാക്കളെ CPM കെണിവെച്ചുകൊണ്ടുപോകുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്ന CPM BJP ഇതര കക്ഷികളെ ക്ഷീണിപ്പിക്കുന്ന നിലപാടെടുക്കുന്നത് ശരിയാണോ എന്നും തിരുവഞ്ചൂർ ചോദിച്ചു. കെ.വി. തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി ചെറിയാൻ ഫിലിപ്പ്. തോമസിന്റെ തീരുമാനം രാഷ്ട്രീയ ആത്മഹത്യയാണ്. അന്ത്യവിശ്രമത്തിന് തെമ്മാടിക്കുഴിയിൽ പോലും സ്ഥാനം ലഭിക്കില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് കെ.വി. തോമസ് ആണെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ഇത് ഗൌരവമുള്ള രാഷ്ട്രീയ പ്രശ്നമല്ല എന്നും കാനം പറഞ്ഞു. മതേതരത്വ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ട് വരാത്ത കോൺഗ്രസിനെ എങ്ങനെ മതേതര മുന്നണിയിലേക്ക് ക്ഷണിക്കുമെന്ന് യെച്ചൂരി. കെ.വി. തോമസിനെ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്ത് വേണമെന്ന് കെ.വി. തോമസിനും കോൺഗ്രസിനും തീരുമാനിക്കാം. Challenge of Hindutva, the challenge of this sharpening communal polarization and the defense of India's secular democratic character can only be done through an uncompromising commitment to secularism. We want the maximum mobilization, the broadest mobilization of secular forces. They have invited and they have refused in Kerala. The K.V. Thomas, I think, he's declared something today. He's coming. So we are as I told you, we have invited them on secularism, on federalism, on safeguarding Indian Constitution. കോൺഗ്രസിനെ ഒഴിവാക്കി BJP വിരുദ്ധ മുന്നണി സാധ്യമല്ല എന്ന് ബംഗാൾ ഘടകം. BJPയും തൃണമൂലിനെയും ഒരുപോലെ എതിർക്കപ്പെടണം. ബംഗാൾ ഘടകത്തിൽ നിന്ന് ശ്രീജൻ ഭട്ടാചാര്യയാണ് രാഷ്ട്രീയ പ്രമേയ ചർച്ചയിൽ സംസാരിച്ചത്. BJPയും തൃണമൂലിനെയും ഒരുപോലെ എതിർക്കുന്നത് ശരിയല്ല എന്നാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ചർച്ചയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള ഘടകം. കോൺഗ്രസിനെ മുൻനിർത്തി ബദൽ സാധ്യമല്ലെന്നും കോൺഗ്രസ് അടിത്തറ ഇളകിയതായും ചർച്ചയിൽ പങ്കെടുത്ത് P. രാജീവ് വിമർശിച്ചു. BJPയെ ദേശീയ തലത്തിൽ ചെറുക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല എന്നും P. രാജീവ് ചർച്ചയിൽ പറഞ്ഞു. BJPക്കെതിരെ തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യരൂപീകരണം ഉണ്ടാകില്ല എന്ന് യെച്ചൂരി. ദേശീയ തലത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് പൂർവ്വ സഖ്യങ്ങൾ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശിക കൂട്ടുകെട്ടുകളാകാമെന്നും യെച്ചൂരി. പാർട്ടി കോൺഗ്രസിൽ സ്പീക്കർ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് MP രാജേഷ്. രാഷ്ട്രീയത്തിന് അതീതമായ ഭരണഘടനാ പദവിയല്ല സ്പീക്കർ. സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്നത് ശരിയാണ്, പക്ഷേ അരാഷ്ട്രീയനാവണമെന്നത് ശരിയല്ല എന്നും MP രാജേഷ്. സിൽവർ ലൈൻ വിഷയത്തിൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും നേതൃത്വങ്ങളുടെ നിലപാടുകളിൽ ഭിന്നതയില്ല എന്ന് സീതാറാം യെച്ചൂരി. സിൽവർ ലൈൻ പാർട്ടിക്ക് മുന്നിലുള്ള വിഷയമല്ല, അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള വിഷയമാണ്. നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും ആഗ്രഹമാണെന്നും യെച്ചൂരി.
സിൽവർ ലൈനും ബുള്ളറ്റ് ട്രെയിനും വ്യത്യസ്ത സാഹചര്യത്തിലുള്ള വിഷയങ്ങളാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഹനൻ മൊള്ള. സിൽവർ ലൈൻ വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. സംസ്ഥാനം ജനങ്ങളുടെ താൽപര്യം പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നും ഹനൻ മൊള്ള പറഞ്ഞു. ജാതി മത അടിസ്ഥാനത്തിലല്ല, പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി പദവികൾ നൽകുന്നതെന്ന് കെ രാധാകൃഷ്ണൻ. പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും കൂടുതൽ ദളിത് പ്രാതിനിധ്യം നൽകണമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പോളിറ്റ് ബ്യൂറോയിലേക്ക് കൂടുതൽ വനിതകൾ വരുന്നത് നല്ല കാര്യമാണെന്ന് സുഭാഷിണി അലി. പ്രായപരിധി നിർബന്ധമായും നടപ്പാക്കുമെന്നും സുഭാഷിണി അലി പറഞ്ഞു. ആക്രമിക്കപ്പെട്ട നടിയുടെ പരാതിയിൽ ദിലീപിന്റെ അഭിഭാഷകർക്ക് നോട്ടീസ് അയക്കാൻ ബാർ കൌൺസിൽ തീരുമാനം. രാമൻപിള്ള അടക്കമുള്ള അഭിഭാഷകർക്ക് നോട്ടീസ് അയക്കും. അഭിഭാഷക വൃത്തിയുടെ പവിത്രത കളങ്കപ്പെടുത്തുന്ന നടപടികളാണ് ഉണ്ടായതെന്നാണ് നടിയുടെ പരാതി. ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ ഉടൻ നിയമിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ട്രാൻസ്ഫർ നടപടികൾ തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു. ഡയറക്ടർ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതും 170-ലധികം തസ്തികകളിൽ നിയമനമോ സ്ഥാനക്കയറ്റമോ നടത്താതെ ഒഴിച്ചിട്ടിരിക്കുന്നതും ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പിനെ വിമർശിച്ചെന്ന വാർത്തകൾ തള്ളിയും ആരോഗ്യമന്ത്രി വീണ ജോർജ്. വകുപ്പുകൾ തമ്മിലുള്ള കത്തിടപാട് മാത്രമാണ് നടന്നത്. മനഃപൂർവ്വം വിവാദമുണ്ടാക്കുകയാണെന്നും അത്തരക്കാരുടെ ശ്രമം വിജയിക്കില്ലെന്നും വീണ ജോർജ് പറഞ്ഞു. കർണാടക ഉടുപ്പിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോട്ടയം മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ അലൻ റിജി, അമൽ പി അനിൽ എന്നിവരാണ് മരിച്ചത്. കൂട്ടുകാരനായ ആന്റണി ഷെനായിക്കായി തെരച്ചിൽ തുടരുകയാണ്. സെന്റ് മേരീസ് ഐലൻഡിലാണ് അപകടം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ബൈക്ക് അഭ്യാസ പ്രകടനത്തിനെതിരെ പരാതി നൽകിയ യുവാവിന് മർദ്ദനം. വർക്കല ചാവടിമുക്ക് സ്വദേശി അനുവിനാണ് മർദ്ദനമേറ്റത്. സ്കൂളിലും പോലീസിലും പരാതി നൽകിയതിനാണ് ആക്രമിച്ചതെന്ന് അനു ആരോപിച്ചു. 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിയെ പട്ടാപ്പകൽ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിക്ക് ജീവിതാവസാനം വരെ കഠിന തടവ്. മണ്ണന്തല സ്വദേശി ത്രിലോകിനെയാണ് തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 75,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്താണ് പ്രതി. CITU നേതാവ് MG സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ അടുത്ത തിങ്കളാഴ്ച മുതൽ വൈദ്യുതി ഭവന് മുന്നിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങും. ഉപഭോക്താക്കളെ ബാധിക്കാത്ത തരത്തിൽ നിസ്സഹകരണ സമരവും അന്നു മുതൽ ആരംഭിക്കും. നാളെ എല്ലാ കേന്ദ്രങ്ങളിലും സസ്പെൻഷൻ ഓർഡർ കത്തിച്ച് പ്രതിഷേധിക്കാനും തീരുമാനമായി. തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ പന്നിയങ്കരയിൽ അമിത ടോൾ ഈടാക്കുന്നതിനാൽ ഏപ്രിൽ 12 മുതൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. നാളെ മുതൽ ഏപ്രിൽ 12 വരെ സർവീസുകൾ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ അവസാനിപ്പിക്കും. പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും. ടോൾ നിരക്ക് കുത്തനെ കൂട്ടിയതിനെതിരെയാണ് സമരം. ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ നടത്തുന്ന റിലേ സത്യാഗ്രഹം തുടരുകയാണ്. ഇന്ധന വിലക്കയറ്റം ഉൾപ്പെടെ പ്രതിസന്ധികൾ കാരണം കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകൾ ആക്രി വിലയ്ക്ക് തൂക്കിവിൽക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയതിനു പുറമെയാണ് താങ്ങാനാവാത്ത ഇന്ധനവിലയെന്ന് ബോട്ടുടമകൾ പറയുന്നു. ജില്ലയിൽ 2 മാസത്തിനിടെ 200-ലധികം ബോട്ടുകളാണ് പൊളിച്ചുമാറ്റിയത്. മത്സ്യത്തൊഴിലാളികളോട് ഇത്രയും വൈര്യനിര്യാതന ബുദ്ധിയോടെ പെരുമാറിയ മറ്റൊരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. മണ്ണെണ്ണ വില വർധന മത്സ്യബന്ധന മേഖലയുടെ നടുപൊടിച്ചു. അതിശക്തമായ സമരമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നും മേഴ്സിക്കുട്ടിയമ്മ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ കാളവണ്ടി സമരം. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ തിരുവനന്തപുരം GPOക്ക് മുന്നിൽ CPI ധർണ നടത്തി. ധർണ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കേന്ദ്രം ഇന്ധനവില കുത്തനെ വർദ്ധിപ്പിച്ചതായി കാനം പറഞ്ഞു. കോൺഗ്രസ് കുറച്ചുകൂടി തൊഴിലാളി പക്ഷമാകണമെന്നാണ് അഭിപ്രായമെന്ന് R ചന്ദ്രശേഖരൻ. അതൃപ്തിയും പരാതികളും അവസരങ്ങൾക്ക് വേണ്ടിയാണ്. അവസരങ്ങൾ വരികയും പോവുകയും ചെയ്യുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. വനംവകുപ്പിലെ IFS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയത്തിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സർക്കാർ 1 ദിവസത്തെ സാവകാശം തേടി. ND സാജന്റെ സ്ഥാനക്കയറ്റവും സ്ഥലമാറ്റവും നാളെ പരിഗണിക്കും. സീനിയർ ഗവൺമെന്റ് പ്ലീഡർക്ക് ഇന്ന് ഹാജരാവാൻ കഴിയാത്തതിനാൽ സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു.
തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വിതരണം ചെയ്ത ഭൂമിയിൽ സ്ഥിരതാമസമില്ലാത്ത പട്ടയങ്ങൾ റദ്ദ് ചെയ്യാൻ റവന്യൂ വകുപ്പിന്റെ നീക്കം. ഭൂമിയുടെ കരം സ്വീകരിക്കുന്നില്ലെന്ന് ആരോപണം. ഭൂമിയിൽ കൃഷി ചെയ്തില്ലെങ്കിൽ പട്ടയം റദ്ദാക്കുമെന്ന് സൂചിപ്പിച്ച് റവന്യൂ വകുപ്പ് പട്ടയ ഉടമകൾക്ക് കത്തയച്ചു. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിലുണ്ടായ സംഘർഷത്തിൽ 5 UDF കൌൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. മേയർ MK വർഗീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് കേസ്. കൌൺസിലർമാരായ രാജൻ പലൻ, ജോൺ ഡാനിയൽ, ലാലി ജെയിംസ്, ശ്രീല ശ്രീധർ, AK സുരേഷ് എന്നിവരുടെ പേരിൽ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത വയനാട് സബ് RT ഓഫീസ് ജീവനക്കാരി സിന്ധു എഴുതിവെച്ച കുറിപ്പ് പുറത്ത്. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന കത്തിൽ മേലുദ്യോഗസ്ഥരിൽ ചിലർ അമിത ജോലിഭാരം നൽകുന്നു, ഫയലുകൾ കാണാതാക്കുകയും അതിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചതായുമാണ് കുറിപ്പുകളിൽ. വയനാട് സബ് RT ഓഫീസ് ജീവനക്കാരി സിന്ധു ജീവനൊടുക്കിയതിൽ പ്രതിഷേധവും ശക്തമാകുകയാണ്. കൈക്കൂലിക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്നുള്ള ഭീഷണിയിൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് ആരോപണം. തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിന്ധു നേരിൽ വന്ന് കണ്ടിരുന്നുവെന്ന് വയനാട് RTO സ്ഥിരീകരിച്ചു. സിന്ധുവിന്റെ മരണത്തിൽ വകുപ്പുതല അന്വേഷണവും തുടങ്ങി. സിന്ധുവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മാനന്തവാടി രൂപതയും ആവശ്യപ്പെട്ടു. മാനന്തവാടി സബ് RT ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്നെന്ന ആരോപണവുമായി ഇടവക പഞ്ചായത്ത് അധികൃതരും രംഗത്ത് വന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡിസംബർ 25 മുതൽ പുതിയ കുർബാനാക്രമം നടപ്പാക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിന്റെ സർക്കുലർ. അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും പുതിയ രീതിയിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിക്കണം. മേജർ ആർച്ച് ബിഷപ്പുമായി കൂടിയാലോചിക്കാതെ പുറത്തിറക്കിയ സർക്കുലറിന് നിയമസാധുതയില്ലെന്ന് സഭയിലെ ഒരു വിഭാഗവും. KSRTC സ്വിഫ്റ്റ് ദീർഘദൂര സർവീസുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. KSRTC വെബ്സൈറ്റ് വഴിയും KSRTC ആപ്പ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകും. ആദ്യ സർവീസ് ഈ മാസം 11-ന് ആരംഭിക്കും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം.news. പത്തനംതിട്ടയിൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിയുടെ അതിക്രമം. സ്റ്റേഷനിലെ കസേരയും ബെഞ്ചും പ്രതി നശിപ്പിച്ചു. സ്വകാര്യ ബസിന്റെ ചില്ല് എറിഞ്ഞുടഞ്ഞ കേസിൽ അറസ്റ്റിലായ ചിറ്റാർ മണക്കയം സ്വദേശി ഷാജി തോമസാണ് അതിക്രമം കാണിച്ചത്. അക്രമത്തിൽ ഗ്രേഡ് SIക്കും മർദ്ദനമേറ്റു. ശശി. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എന്തെല്ലാം അതിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഇതിന്റെ വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് സംഭവം? പത്തനംതിട്ട ചിറ്റാർ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ പ്രതിയുടെ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇയാൾ സ്വകാര്യ ബസിന്റെ ചെല്ല് എറിഞ്ഞൊടിച്ചതിനെ തുടർന്നാണ് ഇയാളെ ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ അക്രമം നടത്തിയത്. ഗ്രേഡ് SIക്കും ഇത് ഇയാളുടെ മർദ്ദനമേറ്റു. അതുപോലെ തന്നെ സ്റ്റേഷനിലെ സ്കാനർ തല്ലി തകർക്കുകയും കസാരയും ബെഞ്ചും ഇയാൾ നശിപ്പിക്കുകയും ചെയ്തു. സ്വകാര്യ ബസിന്റെ ചില്ല് എറിഞ്ഞൊടിച്ചതിനെ തുടർന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നാലും ഇപ്പോൾ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് സ്റ്റേഷനിൽ പ്രതിയുടെ അതിക്രമം. വിവരങ്ങളാണ് ശശി നാരായണൻ നൽകിയത്. യുക്രൈൻ പട്ടണം ബുച്ചയിലെ കൂട്ടക്കൊലയിൽ ദുഃഖവും ആശങ്കയും രേഖപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇറ്റലിയിലുള്ള യുക്രൈൻ അഭയാർത്ഥികൾക്കൊപ്പം പ്രതിവാര പ്രാർത്ഥനാ സംഗമത്തിൽ മാർപ്പാപ്പ സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. ബുച്ചയിൽ നിന്ന് കൊണ്ടുവന്ന യുക്രൈൻ പതാക കയ്യിൽ പിടിച്ചായിരുന്നു മാർപ്പാപ്പയുടെ പ്രസംഗം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. മെറിയ, കാതറിൻ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരുടെ അമേരിക്കയിലെ സ്വത്തുക്കൾ മരവിപ്പിക്കാനാണ് തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി ശ്രീലങ്കയെ പട്ടിണിയിലാക്കുമെന്ന മുന്നറിയിപ്പുമായി പാർലമെന്റ് സ്പീക്കർ മഹിന്ദ അഭിവർദ്ധന. ഭക്ഷ്യ ഇന്ധനവില വർധനവും വിലക്കയറ്റവും വൈദ്യുതിക്ഷാമവും ജനങ്ങളെ മുഴുപട്ടിണിയിലാക്കും. കൂടുതൽ വെല്ലുവിളി നേരിടാനിരിക്കുന്നതേയുള്ളൂവെന്നും സ്പീക്കർ പറഞ്ഞു.
ശ്രീലങ്കയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്നു. 100-ലധികം പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് പ്രസിഡന്റ് ഗോതബയ രാജപക്ഷെ. അവിശ്വാസ പ്രമേയം വോട്ടിനിടാതെ പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി പ്രഥമ ദൃഷ്ട്യാ ഭരണഘടനാ ലംഘനമെന്ന് പാക് സുപ്രീംകോടതി. നാഷണൽ അസംബ്ലി പിരിച്ചുവിട്ടതിനെതിരായ കേസ് പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. നാഷണൽ അസംബ്ലിയിൽ നടന്നത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്നും കോടതി പരാമർശിച്ചു. പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ പാകിസ്ഥാനിൽ ഒരുക്കം. തീയതി നിശ്ചയിക്കാൻ പ്രസിഡന്റ് ആരിഫ് ആൽവി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പാക് പഞ്ചാബ് മുഖ്യമന്ത്രിയായി ഹംസ ഷെരീഫിനെ തെരഞ്ഞെടുത്തതായി പ്രതിപക്ഷം. ഇപ്പോൾ വരുന്ന വാർത്ത. സിൽവർ ലൈനിൽ വ്യക്തത തേടി ഹൈക്കോടതി. മുൻകൂർ നോട്ടീസ് നൽകിയാണോ കല്ലിടുന്നത് എന്നും സാമൂഹികാഘാത പഠനം നടത്താൻ അനുമതിയുണ്ടോ എന്നും സ്ഥാപിക്കുന്ന കല്ലുകളുടെ വലിപ്പം നിയമാനുസൃതമാണോ എന്നും പുതുച്ചേരിയിലൂടെ റെയിൽ പോകുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ നാളെ മറുപടി നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, സർവേയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അതുകൂടി ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളിനകത്ത് സംശയമുണ്ട് അല്ലെങ്കിൽ സുതാര്യതയില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം? വിവരങ്ങൾ. അപർണ, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട സർവേയിൽ നിരവധി അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന വിലയിരുത്തൽ തന്നെയാണ് കോടതിക്ക് ഉള്ളത്. സാമൂഹികാഘാത പഠനം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ശരിയല്ല എന്നും പറഞ്ഞിരിക്കുന്നു. കല്ലുകൾ സ്ഥാപിക്കുന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. 4 കാര്യങ്ങളിൽ കേരളയിലുമായി ബന്ധപ്പെട്ട് വ്യക്തത വേണമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 1, മുൻകൂർ നോട്ടീസ് നൽകിയാണോ കല്ലുകൾ ഇടുന്നത്? 2, സാമൂഹികാഘാത പഠനം നടത്താൻ കൃത്യമായ അനുമതിയുണ്ടോ? സ്ഥാപിക്കുന്ന കല്ലുകളുടെ വലിപ്പം നിയമാനുസൃതമാണോ? ഒപ്പം പുതുച്ചേരിയിലൂടെ റെയിൽ കടന്നു പോകുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ നാളെ വ്യക്തമായ മറുപടി നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സാമൂഹ്യാഘാത പഠനം നടത്തുന്നതിൽ നിലവിൽ തെറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതാണ് പ്രശ്നം. കല്ലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായ ആശങ്ക പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇത്തരം വലിയ കല്ലുകൾ സ്ഥാപിക്കുന്നതാണ് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. വലിയ കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൂവുടമയ്ക്ക് വായ്പകൾ ലഭിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. ഇത്തരത്തിൽ വലിയ കല്ലുകൾ സ്ഥാപിച്ച് ഒരു ഭൂമിയിൽ അധീശത്വം സ്ഥാപിച്ചു കഴിയുമ്പോൾ പിന്നീട് ലോൺ നൽകാൻ ബാങ്കുകളോട് നിർദ്ദേശിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നും കോടതി വാക്കാൽ ആരാഞ്ഞിരിക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നാളെ സർക്കാർ വിശദമായ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യും. എന്തായാലും നേരത്തെ സമാനമായ പല വിഷയങ്ങളും ഈ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ പരിഗണനയ്ക്ക് വന്ന ശേഷമാണ് ഇത്തരത്തിൽ സാമൂഹികാഘാത പഠനം നടത്താം എന്ന ഉത്തരവ് സർക്കാർ ലഭിച്ചത്. എന്നാൽ ഈ ഉത്തരവിനുള്ളിൽ തന്നെ കൂടുതൽ വ്യക്തത തന്നെയാണ് ഇപ്പോൾ കോടതി ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അനീഷ്, ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നേ ഉള്ളൂ എന്നറിയാമെങ്കിൽ പോലും മുൻകൂർ നോട്ടീസ് നൽകാതെയാണോ കല്ലിടുന്നത് എന്നുള്ളൊരു കോടതി ചോദിച്ച ചോദ്യം അത് എത്രത്തോളം സുപ്രധാനം കൂടിയാകുന്നു? കാരണം വളരെ പെട്ടെന്ന് സർവേയിൽ ആൾക്കാർ വരികയും കല്ലിടുകയുമാണ് എന്നുള്ള രീതിയിലുള്ള പരാതികൾ, അത്തരം ഹർജികളെല്ലാം കോടതിയുടെ മുന്നിലിരിക്കുന്ന സാഹചര്യത്തിൽ ആ വിഷയത്തിൽ മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയുണ്ടായോ ഹൈക്കോടതി? അത്തരത്തിൽ വിശദമായ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഹർജിക്കാർ ആവശ്യപ്പെടുന്ന 2-3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, മുൻകൂർ നോട്ടീസ് നൽകിയല്ല ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കല്ലിടാൻ എത്തുന്നത് എന്നത് തന്നെയാണ്. ഒരിടത്തും ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടല്ല കല്ലിടൽ നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയാണോ കല്ലിടുന്നത് എന്ന കൃത്യമായ ചോദ്യം ചോദിക്കുന്നു. ഒപ്പം പുതുച്ചേരിയിലൂടെ ഈ കേരളയിൽ കടന്നു പോകുന്നു എന്ന തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ നേരത്തെ വന്നിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളയിൽ വിശദീകരണം നൽകിയിരുന്നു. പുതുച്ചേരി വഴി ഈ ലൈൻ കടന്നു പോകുന്നില്ല, അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിൻ്റെതായ അനുമതി പിന്നീട് കാര്യമായ ആവശ്യമില്ല, കാരണം ഒരു റെയിൽ പദ്ധതിയായല്ല ഇത് വിലയിരുത്തപ്പെടുന്നത് എന്നും പറഞ്ഞിരുന്നു. നേരിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുമായി ഒരു തരത്തിലും ഈ പദ്ധതി ബന്ധപ്പെടുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ സമീപനം, വ്യക്തമായ നിലപാട് രേഖാമൂലം സർക്കാരിൽ നിന്നും വേണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഒപ്പം ഈ സ്ഥാപിക്കുന്ന കല്ലുകളുടെ വലിപ്പവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് വ്യക്തമാക്കിയത് ഈ കേരയിൽ എന്നെഴുതിയ കല്ലുകൾ ഈ ഭൂമിയിൽ സ്ഥാപിക്കരുത് എന്നും മറ്റുമൊക്കെയാണ്. പിന്നീട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ വിധി അസ്ഥിരപ്പെടുത്തുകയും സുപ്രീം കോടതി ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അസ്ഥിരപ്പെടുത്തിയത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സിൽവർ ലൈനിൽ വീണ്ടും അവ്യക്തത ബാക്കിയുണ്ടെന്ന് ഹൈക്കോടതി. ഏതായാലും ഇതിനകത്ത് നാളെ സർക്കാർ വാദം കോടതിക്ക് മുന്നിൽ എത്തുകയും ചെയ്യും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത സീസണിലെ ISL മത്സരങ്ങൾക്ക് കൊച്ചി ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം വേദിയാകും. 2022 ഒക്ടോബർ മുതൽ 2023 മാർച്ച് വരെ നീളുന്നതാണ് ISL സീസൺ. ഉദ്ഘാടന മത്സരം കൊച്ചിയിൽ നടക്കാൻ സാധ്യത.
ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം വാർത്തയിലേക്ക് കാണാം. നമസ്കാരം.